സന്ദീപ് വാര്യർ, കേന്ദ്ര ഇന്റലിജൻസിന് കിട്ടാത്ത, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കിട്ടാത്ത, കേരളത്തിലെ പ്രതിപക്ഷത്തിന് കിട്ടാത്ത വിവരങ്ങൾ, ഫോൺ കോൾ റെക്കോർഡ് അടക്കം PV അൻവറിന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് എത്രമേൽ സ്വകാര്യതയില്ലാത്ത, എത്രമേൽ പ്രശ്നഭരിതമായ, എത്രമേൽ അവിശ്വാസം നിറഞ്ഞ, ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ഭീകരത വിളനിലമാടുന്ന, അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യം, ഒരു ജനാധിപത്യ സംവിധാനം, ഒരു സർക്കാർ, ഒരു ക്രമസമാധാന മേഖല ഒക്കെ നമുക്ക് സുരക്ഷിതം ഒരുക്കുന്ന നാടിലാണ് എന്നുപോലും വിശ്വസിക്കാൻ കഴിയില്ല. ശ്രീ പ്രേംകുമാർ അദ്ദേഹം ഇന്ന് അൻവറിന്റെ വിശ്വാസ്യതയെ തന്നെ റദ്ദ് ചെയ്യുന്ന ചില കാര്യങ്ങളിലാണ് തുടങ്ങിയത്. മറ്റാർക്കും കിട്ടാത്ത ചില കാര്യങ്ങളാണ് അൻവറിന്റെ കയ്യിലുള്ളത്. അൻവറിന്റെ ആരോപണം സംബന്ധിച്ച് നേരത്തെ വിശ്വസിക്കാതിരുന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ അൻവറിനെ എതിർത്തിരുന്ന മാധ്യമങ്ങളൊക്കെ ഇന്ന് അൻവറിന്റെ വാദങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നു എന്ന രീതിയിലാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ശ്രീ പ്രേംകുമാർ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, അൻവർ എത്രമാത്രം വിശ്വാസ്യത ഇല്ലാത്തവനാണെങ്കിലും, ആളൊരു ജപ്പാനാണെങ്കിലും, ആളൊരു MLA ആണ് എന്നുള്ളതാണ്. ആൾ MLA ആണെന്നത് മാത്രമല്ല, നിയമസഭയ്ക്കകത്ത് പ്രത്യേക പ്രിവിലേജ് കിട്ടുന്ന രീതിയിലുള്ള ആക്ഷേപമല്ല അദ്ദേഹം ഉന്നയിച്ചത്. മറിച്ച് പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളെ വിളിച്ച് പത്രസമ്മേളനം നടത്തിയിട്ടാണ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവ സ്വഭാവം വളരെയധികം അധികമാണ്. മാത്രമല്ല, കേവലമായിട്ടുള്ളൊരു ആക്ഷേപമല്ല, അവിടെ തെളിവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. പുറത്തു വന്ന തെളിവ് എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്, റെക്കോർഡ് ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൽ തന്നെ ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പുറത്തു വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഫോൺ ചോർത്തൽ സംബന്ധിച്ചിട്ടുള്ള നിയതമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്. ചില ഏജൻസികൾക്ക് മാത്രമാണ് അത്തരത്തിൽ ഫോൺ ചോർത്താൻ അനുവാദമുള്ളത്. അങ്ങനെ ഫോൺ ചോർത്തണമെങ്കിൽ അത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ ഒരു ഏജൻസി, ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പെർമിഷൻ വേണം. കേരളത്തിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ പെർമിഷൻ വേണം. അങ്ങനെ ഏതെങ്കിലും പോലീസുകാർക്കൊന്നും ഫോൺ ചോർത്താൻ കഴിയില്ല. അത് മാത്രമല്ല, ഏതെങ്കിലും റെക്കോർഡ് ഫോൺ സംഭാഷണം പുറത്തുവിടണമെങ്കിൽ ആ ഫോൺ സംഭാഷണത്തിലെ രണ്ട് കൂട്ടരുടെയും പെർമിഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പൊതുജന താല്പര്യമുള്ളവർക്കോ ഇന്റലിജൻസ് സംവിധാനത്തിനോ ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ സൈബർ സംവിധാനത്തിനോ ഒന്നിനും PV അൻവറിനെതിരെ പരാതിയില്ല. തൊട്ടാൽ പൊള്ളുന്ന എന്തോ ഒരു വലിയ വിവരം അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്, അല്ലെങ്കിൽ തുടരുത് എന്ന ഉഗ്രശാസനം അദ്ദേഹത്തിന് പരിചയമുണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നോക്കൂ മാധു, ഇവിടെ കേന്ദ്രത്തിൽ പെഗാസസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുകലായിരുന്നു. അത് കോടതി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു, അതിൽ വസ്തുതകളില്ലാന്ന് പുറത്തു വന്നു. പക്ഷേ ഇവിടെ വലിയ ചർച്ചയായിരുന്നു. ഇവിടെ നോക്കൂ, മാധു അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഒരു പക്ഷേ ഫോൺ ചോർത്തുന്നുണ്ടാകാം, ഞാനടക്കമുള്ള രാഷ്ട്രീയക്കാരുടെ ഫോണുകൾ ചോർത്തുന്നുണ്ടാകാം, മുഖ്യമന്ത്രിയുടെ ഫോൺ വരെ ചോർത്തുന്നു എന്നാണ് ഒരു നിയമസഭാംഗം ആരോപിച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ? ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആരോപണമല്ലേ? തെളിവ് പുറത്തു വന്നില്ലേ? മാത്രമല്ല, ADGPയുടെ സംസ്ഥാന ADGPയുടെ ഭാര്യയുടെ ഫോൺ സംഭാഷണം കൈവശമുണ്ട് എന്ന് MLA പറഞ്ഞിരിക്കുകയാണ്. ഒന്നുകിൽ MLAക്കെതിരെ കേസെടുത്ത് അകത്തിടാൻ പിണറായി വിജയൻ തയ്യാറാകണം, അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് വസ്തുത എന്താണെന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇവിടെ എല്ലാം കാർപ്പറ്റിനടിയിലേക്ക് മൂടി വയ്ക്കാനുള്ള പരിശ്രമം നടക്കുന്നത്. അത് നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വലിയ എന്തോ ചില ബോംബുകൾ അൻവറിന്റെ കയ്യിലുണ്ട്. അൻവറിന്റെ ബോംബിനെ ഡിഫ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അൻവറിന്റെ സ്കഡ് മിസൈലിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേട്രിയറ്റ് മിസൈല് അജിത് കുമാറിന്റെ കയ്യിലുമുണ്ട്. അപ്പൊ ഈ രണ്ട് കൂട്ടരെയും ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ആത്യന്തികമായി പരിക്ക് പറ്റുന്നത് മുഖ്യമന്ത്രിക്കും മരുമകനുമാകുമെന്നുള്ള കാര്യം സുവ്യക്തമായതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് CPM-നെ സംബന്ധിച്ചോളം. ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? കൊലപാതകം. ആ കൊലപാതകം മാത്രമല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളാണ്. ഈ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില MLA-മാരാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് മേഖലയിൽ നിന്നുള്ള MLA-മാരാണ് ഇപ്പോൾ കൂട്ടം കൂടി ഈ പോലീസിനെതിരായിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളുടെ പേരിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. KT ജലീലാണെങ്കിലും, അല്ലെങ്കിൽ അൻവർ ആണെങ്കിലും, അതുപോലെ തന്നെ കൊടുവള്ളിയിലെ നേരത്തെ MLA ആണെങ്കിലും, കാരാട്ട് റസാഖ് ആണെങ്കിലും ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ മേഖലയിൽ നിന്നുള്ള കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മേഖലയിലെ ആളുകളാണ്. ഈ ആക്ഷേപം അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളെ കുറിച്ചാണ്. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കുന്നത് പോലീസ് തന്നെ പൊട്ടിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ്. അതിന് SP കൂട്ടുനിന്നു എന്നുള്ള ആരോപണമാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു സാമ്പത്തിക തീവ്രവാദം, ആ തീവ്രവാദ പ്രവർത്തനമാണ് കൃത്യമായിട്ടുള്ള ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് പുറകിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണോ, CPM-നുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ്? ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്.